കുറച്ച് ദിവസം മുന്നേ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടുണ്ടായി, കമന്റ് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ഒരുപാട് ആൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പിന്നെ അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത്. കുറെ ആൾ ചോദിച്ചു എങ്ങനെയാ മനസ്സിലായത്, എന്തൊക്കെയായിരുന്നു സിംറ്റംസ്, എങ്ങനെയാ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടുണ്ടായി. വർക്ക് ലോഡ്, സ്ട്രെസ് അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് മെന്റലി ഭയങ്കര ഡൗൺ ആയി നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ എപ്പോൾ ഒരു തലകറക്കം പോലെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി പോലെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര ബോഡി പെയിൻ ആണ്. അപ്പൊ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കും, മേ ബി പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ചെയ്യാണ്ടൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ബോഡി പെയിനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളതിനെ മൈൻഡ് ആക്കിയില്ല, അങ്ങനെ ഇങ്ങനെ ഒഴിവാക്കി വിട്ട്. പിന്നെ വല്ലാണ്ടാകുന്നുണ്ട്, എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് 8.5 ഉണ്ടായുള്ളൂ വൈറ്റമിൻ D3. അപ്പോൾ ഞാനൊരു ഫീഡിങ് മദർ ആയതുകൊണ്ട് തന്നെ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് ഫീഡിങ് നിർത്തണം. എന്നാലേ കാരണം ഈ വൈറ്റമിൻ നമുക്ക് കുട്ടികൾക്ക് അത്ര വേണ്ടാത്ത വൈറ്റമിനാണ് നമ്മുടെ വൈറ്റമിൻ D3. അപ്പൊ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ കുട്ടികളിലേക്ക് അത് നമ്മുടെ പാലിൽ കൂടെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഒരു മരുന്ന് അങ്ങനെ കഴിക്കാറുള്ളൂ. ഇപ്പൊ കുറെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ അവർ ഭയങ്കര ടയേർഡ് ആയി നിൽക്കും. നമ്മൾ ഭയങ്കര മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര ബോഡി പെയിൻസും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഒട്ടും ഇപ്പൊ വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്ന് ഞാനിങ്ങനെ ബെഡിൽ കിടന്നു പിന്നെ എനിക്ക് അയ്യോ എഴുന്നേൽക്കണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നം. അപ്പൊ അത്രയും ടയർഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, കാണിക്കുക, ടെസ്റ്റ് ചെയ്യുക, കറക്റ്റ് സപ്ലിമെന്റ്സ് എടുക്കുക ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നല്ലോണം ഫുഡൊക്കെ കഴിക്കുക. പിന്നെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി നമുക്ക് ഫുഡിലൂടെ ഒന്നും കൊണ്ടുവരാൻ നിന്നാൽ എന്തായാലും നടക്കൂല. എന്തായാലും കാണിച്ച് അതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെന്റ്സ് എടുത്ത് ഫുഡ് കഴിക്കുന്നതോടുകൂടിയും സപ്ലിമെന്റ്സ് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവുമായിരിക്കും. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. അപ്പം